നമുക്ക് യുക്തിവാദികൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു വീഡിയോ ആണിത്. ആക്ച്വലി ഇത് അനിവാര്യമായ ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ്. യുക്തിവാദികൾ എന്താണ് എന്നറിയാത്ത കുറേയധികം സുഡാപ്പികളുണ്ട്. എൻ്റെ കമന്റ് ബോക്സിന്റെ താഴെ വന്ന് കമന്റിൽ ഇടുന്ന സുഡാപ്പികൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ യുക്തിവാദികളെ പറഞ്ഞാൽ അത് ഞാൻ എന്റർടൈൻ ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്, ദയവ് ചെയ്തിട്ട്. അതിന്റെ തെളിവ് ഞാൻ പറയാം എന്തുകൊണ്ട് അങ്ങനെയാണ്. യുക്തിവാദികൾ പറയുന്നതിന് പല മൂല്യങ്ങളുണ്ട്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഥാർത്ഥ യുക്തിവാദി, ഇപ്പോൾ കള്ള യുക്തിവാദിയും യഥാർത്ഥ യുക്തിവാദിയും ഉണ്ട് എന്നുള്ളതാണ്. എച്ചുമുച്ചിലിയും ഒന്നും ഒരു കാരണവശാലും യുക്തിവാദികളല്ല. അവർക്ക് യുക്തിവാദമൊന്നുമില്ല. യുക്തിവാദം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. അവരെല്ലാ മതത്തിനെ പറ്റിയും പഠിക്കും, നന്നായി അവർ പഠിക്കും, അതിനകത്തൊക്കെ അവഗാഹം ഉണ്ടാകും. അതിലുള്ള എല്ലാത്തിലും മെറിറ്റും ഡീമെറിറ്റും ഉണ്ടാവും. ആ മെറിറ്റുകൾ മാത്രം അവർ ഉൾക്കൊള്ളും, ഡീമെറിറ്റിനെ അവർ തിരിച്ചു പറയുക തന്നെ ചെയ്യും. ഇപ്പോൾ ഹിന്ദുമത വിശ്വാസത്തിലുള്ളത് സതി പോലുള്ള തീവ്രമായ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അവർ നിൽക്കും. അതേപോലെ ഒരു യുക്തിവാദി വേണമെങ്കിൽ ഞാൻ പരിചയപ്പെടുത്താം, സുമനൻ സാറ്. അതുപോലെ സഹോദരനെ, ഇപ്പം യുക്തിവാദി സംഘടനയുടെ തന്നെ സ്ഥാപകനാണ്. അപ്പോൾ അതേപോലെയുള്ള കുറേ മനുഷ്യരുണ്ട്. അവരൊക്കെ യഥാർത്ഥ ബോധമുള്ള യുക്തിവാദികളാണ്. ഇന്ന മതത്തിൽ നിന്ന് വന്നത് കൊണ്ട് മാത്രം ആ മതത്തിനെ മാത്രം അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യുക്തിവാദമല്ല, അത് ഭീകരവാദമാണ്, തീവ്രവാദിയാണത്. അവന്റെ ഉള്ളിലുള്ള തീവ്രവാദമാണ് ജർമ്മനിയിൽ കാർ ഓടിച്ച് കയറ്റിയതും സ്വന്തം പെറ്റ തള്ളയെ കഴുത്തറുത്ത് കൊല്ലുന്നതിലും ഒക്കെ നിങ്ങൾ കണ്ടത്. അതൊരു തരം പ്രത്യേക തരം യുക്തിവാദമാണ്. അതിന് നമ്മൾ യുക്തിവാദം എന്നല്ല ജുക്തിവാദം എന്ന് പറയും. അത് എക്സ് മുസ്ലിമിന്റെ മാത്രം കുത്തകയുമാണ്. ഇപ്പൊ രവി വന്ന് പറയുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ നന്നായിട്ട് പൊലിപ്പിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഹിന്ദു സംസ്കാരത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു. പിന്നീട് ഗ്രാജുവലി പുള്ളി അങ്ങോട്ട് മാറുന്നു. പുള്ളിയുടെ ഭാര്യയ്ക്ക് ജോലി കിട്ടിയത് തന്നെ ഹിന്ദു സംഘടനയുടെ ഇതിനകത്ത് ആ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പുള്ളി ജീവിക്കുന്നു. അപ്പോൾ പുള്ളിക്ക് പിന്നെ അവരെ പറ്റി ഒന്നും പറയാനില്ല. ഇപ്പൊ പുള്ളിക്കുള്ളത് മുഴുവൻ ഇസ്ലാമിനെതിരെ പറയുകയാണ്. അത് ട്രെൻഡാണ്. ഇസ്ലാമിനെതിരെ പറയുന്നവർക്കാണ് മാർക്കറ്റ്, അതിനാണ് അക്സെപ്റ്റൻസ്, അതിന് നല്ല വ്യൂവും ഉണ്ടാകും, അത്യാവശ്യം ബെനിഫിറ്റും ഉണ്ടാവും, ഫണ്ടും ഉണ്ടാവും. ഒരു വിഷമവും നമുക്ക് ഉണ്ടാവത്തില്ല. നമ്മുടെ കേസൊക്കെ വാദിക്കാൻ അവരൊരു 5 അംഗ സംഘത്തിന് തന്നെ ഏർപ്പാടാക്കി വെക്കുകയും ചെയ്യും. സോ ആകെ മൊത്തത്തിൽ ബെനിഫിറ്റ് ആയതുകൊണ്ട് തന്നെ മിക്കവാറും ആൾക്കാർ അതിലേക്ക് തിരികെ സ്വാഭാവികമാണ്. എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ് അഭിനയിക്കുന്ന മൂന്നംഗ സംഘമാണ് എൻ്റെ മുന്നിൽ ഇപ്പം ഉള്ളത്. ഒന്ന് സംഘി ആരിഫ്, സംഘി ജാമിദ, ലിയാഖത്ത് അലി സംഘി. അപ്പൊ ഈ 3 സംഘികൾ യഥാർത്ഥത്തിൽ പറയുന്നത് യുക്തിവാദമല്ല, അവർ എച്ചുമുച്ചിലിയും തരമാണ്. അത് എന്ത് എച്ചുമുച്ചിലി എന്ന് പറഞ്ഞാൽ, എനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടരുത്. ഈ കുറുക്കൻ മുന്തിരി നോക്കി പുളിക്കുമെന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ് അവർക്കുള്ളത്, അല്ലാതെ അതിനകത്തൊന്നുമില്ല. ഈ എക്സ് മുസ്ലിം വന്ന് ആദ്യം തെറ്റിദ്ധരിപ്പിച്ചത് ഞങ്ങൾ യുക്തിവാദികളാണ് എന്നാണ്. ഇപ്പം സുമനൻ സാറിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ, അദ്ദേഹമാണ് ഇവിടെ തീണ്ടാത്തുണി ഉണ്ടായിരുന്നു. ദൈവത്തിന് മെൻസസ് വരികയും മെൻസസ് തുണി വിൽക്കുകയും ചെയ്യുന്നതിനെതിരെ പുള്ളി ആദ്യം നിന്നു. സ്വന്തം മതവിഭാഗത്തിലുള്ള ഒരു അനാചാരം, ഒരു അന്ധവിശ്വാസത്തിനെതിരെയാണ് പുള്ളി നിന്നത്, ജയിച്ചു. അവിടെ ഇപ്പം തീണ്ടാത്തുണി വിൽക്കുന്നില്ല, മെനിപ്പോസ് തീർന്നു. മെനിപ്പോസ് ആയി, ദൈവത്തിന്റെ മെൻസസ് ഒക്കെ തീർന്ന് ഒട്ടി, അങ്ങനെയങ്ങായി. അപ്പൊ നാളിതുവരെ ആ തീണ്ടാത്തുണിക്ക് എത്രയോ കാലങ്ങൾക്ക് വരെ, അടുത്ത ഒരു 4-5 കൊല്ലത്തേക്കുള്ളത് വരെ ബുക്കിംഗ് ഓർഡർ ആയിട്ടുണ്ടായിരുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ ഒളിച്ച് വിൽക്കേണ്ടി വന്നു. അങ്ങനെ സുമനൻ സാർ കൊണ്ടുവന്ന കേസും അതിനോടനുബന്ധിച്ച് സ്ട്രോങ് ആയി നിന്ന് അദ്ദേഹത്തിന്റെ നിലപാടുമാണ്. ഇപ്പോൾ ഉച്ചഭാഷിണി നിരോധിക്കണമെന്നുള്ള നിയമം കൊണ്ടുവന്നതും അതിനുവേണ്ടി പൊരുതിയതും സുമനൻ സാർ. നിയമം കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അപ്പൊ സുപ്രീം കോടതിയിൽ ഒരു വിധി എന്ന് പറയുന്നത് നിയമമാണ്. ആ നിയമമായിട്ട് തന്നെ അങ്ങ് അറിയപ്പെടും. അദ്ദേഹം കോടതിയിൽ കേസ് കൊടുത്തു, ഹൈക്കോടതി അത് തള്ളി, അത് അദ്ദേഹം സുപ്രീം കോടതി വരെ പോയി, സുപ്രീം കോടതി ആ വിധി കൊടുത്തു. കാരണം മറ്റുള്ളവരെ ഡിസ്റ്റർബൻസ് ചെയ്ത് പബ്ലിക് ന്യൂസൻസ് ആണ് ഈ മൈക്ക് കെട്ടിയിട്ടുള്ള ഒച്ചപ്പാട്, അതും 6 മണിക്ക് ശേഷം തീർത്തും പറ്റത്തില്ല എന്നുള്ളത്. അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടടുത്തൊരു ശിവക്ഷേത്രമുണ്ട്, അവിടെ നടന്ന ആ ഒരു വിഷയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പുള്ളി ആ കേസ് കൊടുത്ത്, കേസ് വിജയിച്ചു. അതൊക്കെ യുക്തിവാദം കൊണ്ട് നടക്കുന്നതാണ്. ഈ ഉച്ചഭാഷിണി നിരോധിക്കുമ്പോൾ അത് എല്ലാ മതവിഭാഗക്കാരുടെയും നിരോധിക്കുന്നുണ്ട്, പുള്ളിക്ക് അത് വിഷയമല്ല. അതാണ് യുക്തിവാദം. ഇപ്പൊ അദ്ദേഹം ഒരു എച്ചുമുച്ചിലിയും ആണെങ്കിൽ വെറും മുസ്ലിങ്ങളുടേത് മാത്രം നിരോധിച്ചാൽ മതി എന്ന് പറയും. അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്, എല്ലാം പ്രശ്നം. ഇവിടെ ശല്യം ചെയ്യുന്നവരൊക്കെ പ്രശ്നം, ജനാധിപത്യ രാജ്യം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മൗലിക അവകാശമുണ്ട്, മതം ഉണ്ടും മതം ഇല്ലേയും ഒക്കെ ജീവിക്കാനുള്ള അധികാരമുണ്ട്. ഈ പറയുന്ന യുക്തിവാദികളെയാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്. എക്സ് മുസ്ലിം കാരണം ഇങ്ങനെ വന്നു എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ പറയും യുക്തിവാദികൾ കാരണമാണ് ഇങ്ങനെയൊക്കെ വന്നത്, ഈ രാജ്യം കുട്ടിച്ചോറാൻ. സഹോദരൻ അയ്യപ്പനെ പോലുള്ള യുക്തിവാദികൾ ഇവിടെ വന്നതുകൊണ്ടാണ് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയത്, ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയത്. പാവങ്ങളെന്നോ പണക്കാരെന്നോ ജാതീയ വിഭാഗീയത ഇല്ലാതെ എല്ലാ മനുഷ്യരും തുല്യനാണ് എന്നുള്ള ഭരണഘടന വരുമ്പോഴും അതിനനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ മുടക്കങ്ങളെയൊക്കെ നീക്കി കിട്ടാൻ ഇങ്ങനെയുള്ള യുക്തിവാദികൾക്ക് സാധിച്ചുള്ളൂ എന്ന് മനസ്സിലാക്കാം. യുക്തിവാദം എന്ന് പറയുമ്പോൾ ആ രീതിയിൽ ഉണ്ടായിരുന്ന മനുഷ്യരൊക്കെ തന്നെയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്.
അങ്ങനെയുള്ളവർക്ക് അത് പറ്റുള്ളൂ. ഭക്തിവാദികളെ കൊണ്ട് ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമാണ്. ഏത് ഭക്തിവാദിയാണ് അങ്ങനെ എന്തെങ്കിലും സാധിച്ചതായിട്ടൊന്ന് കാണിച്ചു തരാമോ? ഒരിക്കലും ഇല്ല എന്നുള്ളത് വസ്തുത. അങ്ങനെയുള്ളവരെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഇതേപോലെ ആരിഫിനെ പോലെയുള്ളവരെ നീക്കി നിർത്തുന്ന ഒരു ചടങ്ങുണ്ട്. ഇപ്പം ഞാൻ ഈ വിഷയം പറയാനുള്ള കാരണം, റീസെൻ്റ്ലി ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ, ഒരു പിന്നെ ഈ സംഘി എന്ന് അറിയപ്പെടുന്ന ഒരുത്തൻ, ഇപ്പം സജീവൻ അന്തിക്കാട്, അയാൾ ഇവനെ കൊണ്ടുപോയി, ആരിഫിനെ കൊണ്ടുപോയി എന്ന് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ആരിഫിനെ എങ്ങും അടുപ്പിക്കുന്നില്ല. രവിയുടെ കൂടെ അടുപ്പിച്ചിട്ട് നടക്കണമെങ്കിൽ രവിക്ക് കൂടെ പേരുദോഷം ആകുന്ന രീതിയിലാണ് അവൻ്റെ പ്രവൃത്തി ദോഷം. അപ്പോൾ അതുകൊണ്ട് രവി ഒന്ന് മാറി നിൽക്കാൻ തൽക്കാലം സംഘി ആരിഫല്ല, അവനൊരു മങ്കി ആരിഫാണെന്ന് തെളിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സീനുണ്ട്. അതിനെതിരെയാണ് യുക്തിവാദികൾ നിലകൊണ്ടത്. ആ ഫംഗ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഒരാളും വരാൻ തയ്യാറായില്ല. മാത്രമല്ല, അത് നിങ്ങൾക്കറിയാം, ഇപ്പം ലിബറൽ എന്നൊരു ഇത് നടത്തിയത്, അതിനകത്ത് മെയിൻ പ്രോബ്ലമേ ഇസ്ലാമാണ്. ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രോബ്ലം ഇസ്ലാമാണ്. കാരണം ഇസ്ലാമാണല്ലോ ഇവിടെ മസ്ജിദുകൾ തോറും നടന്ന് ശിവലിംഗം കുഴിച്ചെടുക്കുന്നത്. എന്തിനും ഏതിനും ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുന്ന ഒരു സംഘി ഗവൺമെന്റ് ഇവിടെ ഉള്ളിടത്തോളം കാലം ഇത് ഇസ്ലാമാണ് പ്രശ്നം എന്നുള്ള രീതിയിലുള്ള പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യുക, അതിൽ പാർട്ടിസിപ്പേഷൻ നടത്തി, അതിനകത്ത് കുറച്ച് വ്യൂ കിട്ടി, അവരുടെ ചാനൽ വളർത്തുക ഇത്യാദി കർമ്മങ്ങളാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിനെതിരെ മിക്കവാറും ഒരുപാട് യുക്തിവാദികൾ നിന്നിട്ടുണ്ട്. മുഹമ്മദ് ഖാനൊക്കെ കൃത്യമായി അതിനെതിരെ ശബ്ദമുയർത്തിയ വ്യക്തിയാണ്. വർഷങ്ങളായി അദ്ദേഹം ഇവരെ കൂടി ഡിബേറ്റിലിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ടെന്നും മോശം പറയുന്നുണ്ടെന്നും ആരിഫ് നടത്തുന്നത് അപഹേളനമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പലരുടെയും ഒരു ഇൻസ്ട്രക്ഷൻ എന്തെന്ന് പറഞ്ഞാൽ അയാൾക്കെതിരെ കേസ് കൊടുക്കരുത്, കാരണം കേസ് ഉണ്ടെങ്കിൽ അയാൾക്ക് ഈ നാട് വിട്ടു പോകാം. അങ്ങനെ ഒരു കളിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സണ്ണിലിടമറുകൊക്കെ ചെയ്തതുപോലെ അയാൾ പോകട്ടെ, അതിനൊന്നും ഒരു തർക്കമില്ല. അയാൾ ഇങ്ങനെ നാട് നീളെ നടന്ന് ഇങ്ങനത്തെ വായ്ത്താളടിക്കാൻ അവരുടെ ചാനലിൽ മാത്രം ഇരുന്ന് കുരയ്ക്കുന്നതാണെങ്കിൽ ഹൂ കേസ്. പക്ഷെ അവൻ ഈ നാട്ടിൽ അനാവശ്യമായ സ്പർദ്ധതയും ഇവിടെ കലാപവും ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നത് കൊണ്ടാണ് അവനെതിരെ കേസ് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാനിത് പറയാനുള്ള അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്, ഈ പ്രശാന്ത് ഗീത അപ്പുലിൻ്റെ ഒരു പോസ്റ്റാണ്. അദ്ദേഹം ഇട്ടൊരു പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. കുറച്ച് നാളുകൾ മുൻപ് നടന്നൊരു സംഭവമാണ്. TS ശ്യാംകുമാർ മാധ്യമം പത്രത്തിൽ എഴുതുന്നു. മാധ്യമം പത്രം ഒരു സുഡാപ്പി പത്രമാണെന്ന് വരുത്തി തീർക്കുന്നതിൻ്റെ ഒരു വിവരണമാണ്. മീഡിയ 1 വരുന്നു, ഇവിടുത്തെ നാസ്തികർക്ക് ഉരുപൊട്ടുന്നു. സജീവൻ അന്തിക്കാട് അടക്കം രംഗത്തിറങ്ങുന്നു. മാധ്യമം ജമാഅത്തിന്റെ പത്രമാണ്, അങ്ങനെയുള്ള മുസ്ലിം മാനേജ്മെന്റിന്റെ പത്രത്തിൽ TS എഴുതുന്നത് പ്രശ്നമാണ് എന്നൊക്കെയാണ് വാദങ്ങൾ. കാരുണ്യവാൻ മുത്തു നബി രത്നമോ എന്ന ഗുരുവചനം എഴുതിയതിനെതിരെ സജീവൻ സ്വന്തമായി ഒരു വീഡിയോ വരെ ഇറക്കി എന്നാണ് ഓർമ്മ. ഇനി ഇവിടെ നോക്കുക, ആരിഫ് എന്ന കടുത്ത സംഘി വിരുദ്ധൻ പങ്കെടുക്കുന്ന പരിപാടിക്ക് പങ്കെടുത്താൽ അതിൽ യാതൊരുവിധ കുഴപ്പവും ഉണ്ടാവില്ല എന്നും ശ്യാമിന് സംഭവിച്ച ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് ഇതെന്നും ശ്യാം ഇതിൽ പങ്കെടുക്കാതിരുന്നത് എന്നുമാണ് സജീവൻ വിശദീകരിക്കുന്നത്. ഇത് ശരിയാണെന്ന് തോന്നുന്നവരോട് മാത്രമായി ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ശ്യാം ആരിഫിന്റെ തല ഫുൾ ഫിഗർ വെച്ച് മാർക്കറ്റ് ചെയ്യുന്ന പരിപാടിയിൽ പങ്കെടുത്താൽ ഒരു അശുദ്ധിയും വരാനില്ല എന്ന് വാദിക്കുന്നവർ കൈവിറയ്ക്കാതെ അതേ മാനദണ്ഡം ശ്യാം മാധ്യമത്തിൽ എഴുതുമ്പോൾ പരിഗണിക്കും. അതായത് പുള്ളിക്കാരൻ അദ്ദേഹം ശ്യാംകുമാർ മാധ്യമത്തിൽ ഒരു ആർട്ടിക്കിൾ എഴുതിയതിനെതിരെ ഭയങ്കര ശക്തമായി നിന്ന ഒരു വ്യക്തിക്ക് ഈ ആരിഫിന്റെ ഒപ്പം വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല എന്ന അദ്ദേഹത്തിന്റെ ഒരു തീരുമാനത്തിനെ വല്ലാണ്ടങ്ങ് വളച്ചൊടിച്ച് പറയുന്നുണ്ട്. ആ വീഡിയോ ഞാൻ എൻ്റെ ഒപ്പം ചേർത്ത് വയ്ക്കാം, കേട്ടാൽ മനസ്സിലാകും. ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും വർഗീയതകളെ ഒരുപോലെ എതിർക്കുന്ന ഇവർ എന്താണ് രണ്ടിടത്തും അയിത്തമുണ്ടെന്ന് വാദിക്കാത്തത്? ആരിഫുള്ള പരിപാടി വളരെ ലിബറലാണ് എന്ന് വാദിക്കുന്നവർ അതേ ലിബറലിസം മാധ്യമത്തിന്റെ പരിപാടിയിൽ ശ്യാം പങ്കെടുക്കുമ്പോൾ കാണിക്കുമോ? ബിരുദവും ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റുമുള്ള ശ്യാംകുമാറിനെ തെറ്റിദ്ധരിപ്പിച്ചത്രേ. വാൽകഷ്ണം. ഈ പ്രസ്തുത പരിപാടിയിൽ പങ്കെടുക്കാൻ വളരെ താല്പര്യം പ്രകടിപ്പിച്ച വ്യക്തിയാണ് ഞാൻ. ചില വ്യക്തിപരമായ കാര്യങ്ങൾ അത് സാധിച്ചില്ല. പറ്റിയാൽ ഇനിയും പങ്കെടുക്കും. കാലത്തിനനുസരിച്ച് മാറാത്തത് ഇസ്ലാം മാത്രമല്ല, ബ്രാഹ്മണ്യ സനാതന ധർമ്മമാണ് എന്ന് വാദിക്കാൻ ഇസ്ലാമൊക്കെ എന്തിന് ചെറുത് വർണ്ണാശ്രമത്തിന്റെ മുമ്പിൽ. അപ്പോൾ പുള്ളിക്ക് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നും ഈ പറയുന്ന ഇസ്ലാമല്ല പ്രോബ്ലം എന്നും ഒക്കെ പറയണമെന്നും പുള്ളിക്ക് എല്ലാം ആഗ്രഹമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, എന്തോ പേഴ്സണൽ പ്രോബ്ലം ഉണ്ടാകും. പക്ഷെ അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെതിരെ സംസാരിക്കുമെന്നാണ്. ആരിഫ് ഒരു വലിയ സംഭവമാക്കി തൂക്കി തലയിൽ വെച്ച് കൊണ്ടുകൊടുക്കുന്ന സജീവ് അന്തിക്കാട് മനസ്സിലാക്കാനാണ്. നിന്റെ ഉള്ളിലെ സംഗീതമാണ് നിന്നെ കൊണ്ടത് ചെയ്യിക്കുന്നെന്ന് വ്യക്തമാണ്. ഇപ്പം നിരന്തരമായി നടക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ ആരിഫിനെ ഒന്ന് വെളുപ്പിക്കുക വേണ്ടിയിട്ട് ഇവരൊക്കെ അങ്ങ് തീവ്രമായി നടക്കുകയാണ്. അവൻ സംഖ്യയല്ല എന്ന് വരുത്തി തീർക്കുക, ദെൻ അവൻ പറയുന്നതിനൊരു അക്സെപ്റ്റൻസ് കിട്ടുക എന്നുള്ളതാണ്. നിങ്ങൾ നേരം വെളുത്ത് ഇരുട്ടുന്നവരെ ഇരുന്നു കൊണ്ട് ഇസ്ലാമിനെ പറഞ്ഞാലും ഇസ്ലാമിനൊരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. വിശ്വസിക്കുന്നവർ വിശ്വസിക്കും, അതിനകത്തൊന്നും നിർബന്ധമല്ല.
ഇനി ഇതിലെ കുറെ അറബി വാക്കുകൾ എടുത്തു വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടെങ്കിൽ തള്ള പറയുന്നത് കേട്ടാലും ഇവിടെ ആർക്കും ഒന്നും വരാൻ പോകുന്നില്ല. ബിക്കോസ് അത് വിശ്വസിക്കുന്നവൻ ആത്മാർത്ഥമായി അത് വിശ്വസിക്കുന്നു. അന്ധവിശ്വാസങ്ങൾ അമിതമായി അതിനകത്തില്ല എന്നുള്ളത് വസ്തുത. ഇല്ല എന്ന് തീർത്ത് പറയാനൊക്കത്തില്ല, ഉണ്ട്. പക്ഷെ അന്ധമായിട്ട് അധികം ഇല്ല എന്നുള്ളതാണ്. പറഞ്ഞാൽ മനസ്സിലാക്കലുകൾ ഉണ്ട്, ചില മണ്ടത്തരങ്ങളും ഉണ്ട്. ആ മണ്ടത്തരങ്ങൾ കൊണ്ടാണ് അവർക്ക് അടി കിട്ടുന്നത് എന്നുള്ളത് വസ്തുത. ഇതൊക്കെ നമുക്ക് വിമർശിക്കാം. അവർ വിമർശനത്തിന് എതിരി പറയുന്നില്ല. അത് തെളിവാകണമെങ്കിൽ അവർ കൊടുക്കുന്ന കേസുകളിൽ നിന്ന് മനസ്സിലാക്കാം. ഒരു പരിധിയിൽ കൂടുതൽ അവർ അതിനെ ഉൾക്കൊള്ളും, ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ മറ്റവരങ്ങനെയല്ല. ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ കേസുകൾ നേരിടേണ്ടി വരും, തീവ്രമായ ആക്രമണം നേരിടേണ്ടി വരും, സൈബർ ബുള്ളിയിങ് നേരിടേണ്ടി വരും. അപ്പം അതൊന്നും ഇല്ലാത്തടത്ത് അത്രയും ബോധം നഷ്ടപ്പെട്ട ഒരു ജനതയല്ല എന്നുള്ളത് വ്യക്തമാണ്. ഇനി ഈ പറയുന്ന യുക്തിവാദികളെ ഈ സുഡാപ്പികൾ ആക്രമിക്കുമ്പോൾ സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ട് ഇവരിങ്ങനെയാണ് എന്നൊരു തോന്നലിലേക്ക് അവരെത്തും. ആ തോന്നൽ നിങ്ങളായിട്ട് കൊണ്ടിട്ട് കൊടുക്കാതിരിക്കുക. ബിക്കോസ് അവർ ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ്. ഇപ്പോൾ ഒരു സുഡാപ്പി ഇരുന്നു കൊണ്ട് ആരിഫിനെ വിമർശിച്ചാൽ അതിന് മറ്റൊരു ലെവലാണ് വരിക. സുഡാപ്പി എന്ന് പറയുമ്പോൾ എക്സ്ട്രീമിസ്റ്റ് എന്നാണ് അർത്ഥം കേട്ടോ. ഇസ്ലാമിയരെല്ലാം സുഡാപ്പി എന്നല്ല, എക്സ്ട്രീമിസം ഉള്ളവർ. അവർ ഇരുന്നു കൊണ്ട് പിന്നെ ആരിഫ് സംഖ്യയെ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിനെതിരെ പറയണു, ഇസ്ലാമിനെ പറ്റി പറയണു, ഇസ്ലാമിൻ്റെ ഇതാണ് എന്നങ്ങ് പറഞ്ഞ് അതിനെ മാറ്റും. അതേസമയം ഒരു യുക്തിവാദിയാണ് അവനെ വിമർശിക്കുന്നതെങ്കിൽ അവൻ ഒരു കാരണവശാലും എതിർക്കാനൊക്കത്തില്ല. പലപ്പോഴും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരവും അതിനകത്തുണ്ട്. ഷെഫീനക്കെതിരെ അയാൾ എന്താ വാറെടുക്കാതെ? നമ്മൾ പ്രാക്ടീസിങ് ഇസ്ലാമായിട്ട് അവൻ കാണുന്നില്ല. അങ്ങനെയുള്ള ഒരാളെയാണ് അവൻ അഡ്രസ്സ് ചെയ്യുന്നത്, അങ്ങനെയുള്ളവരെയാണ് അവൻ എടുക്കുന്നത്. അങ്ങനെയുള്ളവർ അവനെതിരെ ശബ്ദിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളുടെ സ്വത്വബോധം എന്ന് പറയുന്നതും നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മളെ വിട്ടുപോകത്തില്ല. ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പല മിതത്വങ്ങളും നമ്മൾ സ്വീകരിക്കേണ്ടി വരും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ ഭാഷയ്ക്കും വലിയ ശുദ്ധി ഉണ്ടാകണം. അങ്ങനെ കുറേ അധികം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതിനകത്തുണ്ട്. അങ്ങനെയുള്ളവർക്ക് അവനോട് എതിർക്കാൻ ഒക്കത്തില്ല. അതവന് ബോധ്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ അല്ലാത്തവരോട് അവൻ ആക്രമിക്കാൻ വരാത്തത്. അതൊരു ബോധമാണ്. എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് യുക്തിവാദികളെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് മറുപടി ഇടും. നിങ്ങൾക്കത് നന്നായി വേദനിക്കും. കാരണം യുക്തിവാദം എന്താണെന്നും ആ യുക്തിവാദം യുക്തിബോധത്തിൽ നിൽക്കുന്ന മനുഷ്യരനുഭവിച്ച വേദന എന്താണെന്നും അവരുടെ എഴുത്തുകളിൽ കൂടെ വായിച്ച് മനസ്സിലാക്കിയവളാണ് ഞാൻ അവർക്കൊപ്പം തന്നെയാണ്. കാരണം സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങൾ കൊണ്ട് ഇവിടെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. ഗ്രീഷ്മ കഷായം കൊടുത്തൊരു ചെറുക്കനെ കൊന്നു കളഞ്ഞത് അന്ധവിശ്വാസത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഇവിടെ 2 പെൺകുട്ടികളെ കൊണ്ടുപോയി, 2 സ്ത്രീകളെ കൊണ്ടുപോയി ആഭിചാര കർമ്മങ്ങൾ നടത്തി അവരുടെ മർമ്മം കട്ട് ചെയ്ത് വേവിച്ച് തിന്നതും ഇതേപോലുള്ളൊരു അന്ധവിശ്വാസം കൊണ്ട് തന്നെയാണ്. അതേപോലുള്ള അന്ധവിശ്വാസങ്ങൾ നരബലി ഉൾപ്പെടെയുള്ളതൊക്കെ തന്നെ നിരോധിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അതിനെതിരെ ശക്തമായി പൊരുതിയ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. ദബോൽക്കർ അദ്ദേഹത്തിനെ കൊന്നു കളഞ്ഞു. അപ്പം അതൊക്കെ യുക്തിവാദികളാണ്, കറതീർന്ന യുക്തിവാദികൾ. യുക്തിവാദം അഭിനയിച്ചു കൊണ്ടുവരുന്ന എച്ചിൽ മുസ്ലിമിനെ വെച്ച് നിങ്ങൾ യുക്തിവാദികളെ അളക്കാതിരിക്കൂ. അത് തെറ്റായ ഒരു നടപടിയാണ്, അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് അത് എടുത്തു തന്നെ പറയുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവരെ ആക്രമിക്കാതിരിക്കും. പലരുടെയും സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഇവിടെ ഫ്രീ സെക്സ് വന്നത് യുക്തിവാദികൾക്കാണ്. യുക്തിവാദികൾ അങ്ങനെ ഫ്രീ സെക്സ് ഒന്നും പറയുന്നില്ല. അത് ഒരു ബോധമാണ്. ഒരു കൂടെ ഉള്ള പാർട്ട്ണറാണ്, അവരുടെ സമ്മതം നിർബന്ധമാണ് സെക്ഷുവൽ ലൈഫിന് എന്ന് പഠിപ്പിക്കുന്നിടത്ത് സമ്മതമാണെങ്കിൽ നമുക്ക് ആർക്കൊപ്പം പോകാമെന്ന ഒരു ലിബറലിസം കൊണ്ടൊന്നും അതിനകത്ത് ആഡ് ചെയ്യുന്നത് ഇതുപോലുള്ള എച്ചിലുകളാണ്. അവരെ നിങ്ങൾ നോട്ട് ചെയ്യൂ. നാസ്തികരെ പറയും. ആ പറയുന്ന നാസ്തികവാദികൾ, നവനാസ്തികർ, അതാണ് ലിബറൽ ആൻഡ് ടീം, പിന്നെ മറ്റേ എസൻസ് ആൻഡ് ടീം, എച്ചിൽ മുസ്ലിം എസൻസ് ആൻഡ് ടീമൊക്കെ അവരെ പറയും. യുക്തിവാദികളെ കാടടച്ച് അങ്ങനെ പറയരുത്. അത് തെറ്റായ ഒരു നടപടിയാണ്. അത് കേട്ടത് കൊണ്ട്, പല കമൻസ് കണ്ടതുകൊണ്ടുമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇതിൻ്റെ ഒപ്പം വയ്ക്കുന്ന വീഡിയോ സജീവൻ്റെ വീഡിയോ ആണ്. നിങ്ങളത് കേട്ട് കാണുമെന്ന് വിചാരിക്കും. ഞാൻ മുൻപൊരു വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ട്. അയാളത് വളരെ വിഷമത്തോടു കൂടി പറയുന്ന ഒരു കാര്യം, അയാൾക്കും അയാളുടെ കൂട്ടർക്കും അയാൾ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു ഘട്ടത്തിൽ അവിടേക്ക് പിന്നെ ഈ ആരിഫിനെ വെളുപ്പിക്കാനായി യുക്തിവാദികൾ വന്നില്ല. പ്രത്യേകിച്ചും ശ്യാം കുമാർ വന്നില്ല എന്നുള്ളതാണ്. ശ്യാം കുമാറിൻ്റെയൊക്കെ ഒരു രീതിക്ക് ഇവനെ അടുത്തിരുത്തുന്നത് പോലും തെറ്റായ നടപടിയാണെന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ പിന്നെ കാമിതയ്ക്കെതിരെ വീഡിയോ ഇട്ടപ്പം കാമിത തൊട്ടടുത്ത് കൊണ്ടുവന്നിരുത്തിയ ഒരു പ്രൊഫസറുണ്ട്. പഴയ ഫോട്ടോ കൊണ്ടുവന്ന് വെച്ചതാണ്. പുതിയ ഫോട്ടോയ്ക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു. അങ്ങനെ ഒരു ഫോട്ടോ അദ്ദേഹത്തിനൊപ്പം ഇപ്പോൾ കാമിതയ്ക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ കാമിത പറഞ്ഞത് കറക്റ്റാണ്. അദ്ദേഹത്തിന് നീ ആരാണെന്ന് വ്യക്തമായ സ്ഥിതിക്ക് നിന്റെ 7 അയലത്ത് അദ്ദേഹം നിന്നെ അടുപ്പിക്കില്ല എന്നുള്ളതും സത്യം. അപ്പോൾ അവിടുന്നുള്ള റിക്വസ്റ്റും ഒക്കെ അതിനകത്തുണ്ട് എന്നുള്ളത് വസ്തുത. ഈ വൃത്തികേട് പറയുന്ന എല്ലാവരെയും നമ്മൾ ഇപ്പോൾ എക്സ് മുസ്ലിമിനെ പറയുന്നത് പോലെ തന്നെ ഹിന്ദുമത വിഭാഗത്തിലുള്ള കുറേ പേര് ചേർന്നിട്ട്
ഈ ചാനൽ ഇപ്പോൾ ABC മലയാളത്തിലിരിക്കുന്ന പശുനക്കിത്തലയൻ അവൻ ഹിന്ദുവാണ്, ഈഴവ സംഘിയാണ്. അതുകൊണ്ട് ഈഴവരെ കുറ്റം പറയരുത്. ഇവിടെ ഏറ്റവും കൂടുതൽ നവോത്ഥാനം കൊണ്ടുവന്ന മനുഷ്യരാണ് ഈ ഈഴവർ. ആ കമ്മ്യൂണിറ്റി എന്ത് ഈ നമ്മുടെ സമൂഹത്തിനോട് ചെയ്തു എന്നുള്ളത്, അവരനുഭവിച്ച വേദനയിൽ നിന്നാണ് മുക്തി കിട്ടാനാണെങ്കിൽ പോലും അവർ ചെയ്ത നല്ല കാര്യങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. അതുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയെ അടച്ചു പറയാൻ ഒക്കത്തില്ല. അതേപോലെ നായർ കമ്മ്യൂണിറ്റി, ഒത്തിരി പെൺകുട്ടികൾ അതിൽ നിന്ന് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. ഈ മന്നത്ത് പത്മനാഭൻ സത്യത്തിൽ ഒരു നവോത്ഥാന നായകൻ എന്ന് പറയുന്നത് അതിനകത്ത് നിന്ന് മോചനം നേടിക്കൊടുത്തു എന്നുള്ളതാണ്. ആ വ്യഭിചാരത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ചു എന്നുള്ളതാണ്. ബാക്കിയെല്ലാം അയാളുടെ ഉള്ളിലൊരു സംഗീതമുണ്ട്. അതുകൊണ്ട് ഈഴവ കമ്മ്യൂണിറ്റി മുഴുക്കം കുഴപ്പമൊന്നും പറയരുത്. അപ്പോൾ ഒരു വിഭാഗത്തിൽ ഉള്ള ഒരു വിഭാഗം ജനത അതങ്ങനെ ചെയ്യുമ്പോൾ അവരെ അഡ്രസ്സ് ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു പ്രത്യേകത, ഇപ്പം ഞാൻ എന്ന വ്യക്തി പറയുന്നതനുസരിച്ച് എൻ്റെ കുടുംബത്തിന് മുഴുക്കം എടുത്ത് അഡ്രസ്സ് ചെയ്യരുത് എന്ന് പറയുന്നത് പോലെയാണ് അത്. നിങ്ങൾ ചെയ്യുന്ന, നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ശബ്ദിക്കുമ്പോൾ അവരെ പോലും നാവടപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങൾ വന്ന് യുക്തിവാദികളെ തെറി പറയുമ്പോൾ ഒരിക്കലും ചെയ്യരുത് എന്നുള്ളതാണ്. ഒരു യുക്തിവാദിയും ഇതുപോലുള്ള ഒരു ടെററിസം പ്രൊമോട്ട് ചെയ്യത്തില്ല. ഒരു കാരണവശാലും ഒരേ മതത്തിൻ്റെ കാര്യം റിപ്പീറ്റഡ്ലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കാനുള്ള സഹിഷ്ണുതയും ഒരു യുക്തിവാദിക്കും ഉണ്ടാവില്ല. അവർക്ക് എല്ലാ മതത്തിലുള്ള പ്രശ്നങ്ങളും മനസ്സിലാവും, ഒരു പഠിക്കും, നല്ല അവഗാഹമുള്ള മനുഷ്യരാണ്, എഡ്യൂക്കേറ്റഡ് ആണ്. യുക്തിവാദികളാരും ഭിക്ഷ എടുക്കത്തില്ല. അതേപോലെ ഈ പറയുന്ന രീതിയിൽ ഇരുന്നു കൊണ്ട് ചാനൽ ഉണ്ടാക്കി അതിനകത്തൂടെ കൊണയടിച്ചിട്ട് സമ്പാദിച്ച് തിന്നത്തില്ല. അവർക്ക് ജോലി ഉണ്ടാവും, പരന്ന വായനകളുള്ള മനുഷ്യരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ആ യുക്തിവാദം പോലും വരൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആകെ മൊത്തത്തിൽ ഈ പറയുന്ന ജന്തുക്കൾ അല്ല യുക്തിവാദികൾ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. ഇനി നമുക്ക് അയാളുടെ വാക്കുകളിലേക്കൊന്ന് പോകാം. മാത്രമാണെന്നൊന്നുമില്ല, പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാൻ വഴിയുണ്ട്. നമുക്കറിയാം 10-80 കൊല്ലം മുമ്പ് തന്നെ നമ്മുടെ നവോത്ഥാന നായകരുടെ കൂടി ഈ തൊട്ടുകൂടായ്മ തീട്ടുകൂടായ്മ അവസാനിച്ചാൽ ഇപ്പൊ അത് ബാക്കി നിൽക്കുന്നത് യുക്തിവാദി സഖ്യങ്ങളിലാണ് എനിക്ക് തോന്നുന്നത്. ഇവന്മാരെ ഇങ്ങനെ ഇന്നാളുണ്ടെങ്കിൽ ഞാൻ വരില്ല, ഇന്നാളുണ്ടെങ്കിൽ നമ്മൾ വരില്ല. അവൻ വൈകിട്ട് കുറച്ചു കാലം മുമ്പ് എന്റെ വീട്ടിൽ അച്ഛൻ സ്ഥിരമായി ശരീരത്തിൽ പോകും. അപ്പൊ അതൊരു അച്ഛൻ മാത്രമല്ല, ചങ്ങാതിമാരുടെ വീട്ടിൽ പേർക്ക് ശരീരത്തിൽ പോകും. അവനെ കാണുന്ന കാഴ്ച 41 ദിവസത്തെ വേദന, മിനിമം ഒരു 10 പെണ്ണുകൾക്ക് മെൻസസ് വരും. അത് ഈ മെൻസസ് വന്നു കഴിഞ്ഞാൽ ഈ കൂട്ടിത്തുടൽ ഉണ്ടാവും, തുറ പാടില്ല. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ചട്ടപ്പരയോ അല്ലെങ്കിൽ മണ്ണ് വെച്ചുള്ള ചുമരക്കടോ ആയിരിക്കും. അതുകൊണ്ട് പല ഒരു ചെറിയ കൂട്ടിപ്പുറം കെട്ടി ഭാര്യയെ മക്കളെ അവിടെ കൊണ്ടെടുത്തു. കാരണം സാമിയാണ് സാമിക്ക് ഇതൊക്കെ പാടില്ല, സ്ത്രീകളുടെ ഈ മെച്ചസായ കുട്ടിയുടെ ചൈതന്യം പോകും. അപ്പൊ മറ്റു സ്വാമിമാര് ഈ വീട്ടിലില്ല. അപ്പൊ അവർ പറയുന്നത് കാര്യം നിങ്ങളുടെ ഭാര്യ അന്നത്തെ ചെറിയ പേരാണ് ഇരിക്കുന്നെങ്കിലും ഭാര്യ തൊട്ട കുട്ടി ഇയാളെ തൊടാലോ. അപ്പൊ ഇതുപോലെയുള്ള ഒരു സംഭവമാണ് ഒരു പ്രഭാഷകൻ ഈ വേദിയിൽ വന്നവിടെ ഇരുന്നാൽ നമ്മൾ മറ്റൊരാളെ ബാധിക്കുമെന്ന് പറയുന്നത്. ശാഖമാര് ഈ ഇത്തരം പ്രചരണങ്ങളിൽ പെട്ട് എന്നെ വിളിച്ച് പറയാണ്, അതെ ഞാൻ വരുന്നില്ല സാറേ, അല്ല അതെ ഇസ്ലാമോഫോബിയ ഒക്കെ ഉള്ള ആളുകൾ അവിടെ വരുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ അത് ഫോണിൽ ചെയ്യുമ്പോൾ ഞാൻ വളരെ വ്യക്തിയല്ലേ, അത് പറഞ്ഞു കേൾക്കും. ഞങ്ങളുടെ ആകെ 2% ഉള്ളൂ. ഞങ്ങളുടെ ഒരു അഭിപ്രായത്തോട് കൂടി ചേർന്ന് നിൽക്കുന്ന ആളുകൾ മാത്രമേ പ്രസന്റേഷൻ ഞങ്ങൾ ചെയ്യാറുള്ളൂ. ബാക്കിയൊരു ഡിസ്കഷനാണ്. കാലത്തിനനുസരിച്ച് മാറാത്തത് ഇസ്ലാമാണെന്ന് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കാലത്തിനനുസരിച്ച് മാറാത്ത ഇസ്ലാമാണ് എന്ന് പറയുന്ന ഒരാൾ അയാൾ വിളിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കുന്ന ചർച്ചയിലല്ല വരുന്നത്. PS ശാകുമാർ അദ്ദേഹം പങ്കെടുക്കുന്നത് ഇന്ത്യൻ പ്രസന്റേഷനാണ്. ഇദ്ദേഹം ഉണ്ണിപ്പേരാണ്. ഈ ഉണ്ണിപ്പേരിരിക്കുന്ന ആളെ കാര്യങ്ങളാണ് വരാതിരുന്നത്. അപ്പൊ ഇതാണ് ഇവിടെ ഈ തൊട്ടുകൂടായ്മ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കിടക്കുന്നതാണ് ഈ ചാനലിന്റെ പരസ്യം ലിബറൽ. ഇത് ഫുൾ ലിബറലാണ്. ഇവിടെ ഒരു പരിപാടി നടക്കില്ല. ഇങ്ങനെ ആളുകൾ വെറുതെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞാൽ ഇവിടെ ഓക്കെയാണ്, യാതൊരു പ്രശ്നമില്ല. ഈ വീഡിയോ ഞാൻ മുൻപൊരിക്കൽ പ്ലേ ചെയ്തിരുന്നു. ഇപ്പൊ ഇന്നത്തെ ശ്യാംകുമാർ വരാത്തതിനെ പറ്റി പറഞ്ഞതിനെയാണ് ഈ അപ്പുൽ എടുത്തു വെച്ചിട്ട് വീഡിയോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് എടുത്ത് പറയേണ്ടി വന്നത്. അങ്ങനെ അദ്ദേഹം ശ്യാംകുമാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റ് തിങ് ആണ്. അദ്ദേഹം തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ എന്നല്ല പറഞ്ഞത്. തൊട്ടുകൂടായ്മയും തീണ്ടാരികയും ഒക്കെ ഏറ്റവും കൂടുതൽ അനുഭവിച്ചൊരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവത്തില്ല. അദ്ദേഹം പറഞ്ഞതാണ് കൃത്യം. അതിനെ വളച്ചൊടിക്കുകയാണ് ഈ സജീവൻ ചെയ്യുന്നത്. അതായത് ഇവിടെ ഇസ്ലാമോഫോബിയയൊക്കെ ഉള്ള വൃത്തികെട്ടവന്മാർ വരുന്ന ഒരു ഇതിലേക്ക് ഞാൻ വരുന്നില്ല. നിസ്സഹകരണം ഒരു നല്ല സമരമുറയാണ്. അത് അദ്ദേഹം കൃത്യമായി ചെയ്തു എന്നുള്ളതാണ്. നിസ്സഹകരണം, എല്ലാവരുടെയും സമരമുറകൾ ഒരുപോലെ ആകണമെന്ന് നിർബന്ധം പിടിക്കരുത്. നിന്നെയൊക്കെ പോലുള്ള 16 തന്തമാരുടെ മക്കൾക്ക് ഇങ്ങനെയാണ് മറുപടി തരേണ്ടത്. അപ്പോൾ ഞാനിത് നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതിൻ്റെ റീസണും അത് തന്നെയാണ്. യുക്തിവാദിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ യുക്തിവാദമാണ് നിങ്ങൾ കണ്ടത്. ഇസ്ലാമോഫോബിയോ പറയുന്നവന്മാരെ ഞങ്ങളിൽ പെട്ടവരല്ല എന്ന് പറയാൻ ആർജവം കാണിക്കുന്ന യുക്തിവാദികളെ നിങ്ങൾ ആക്രമിക്കാതിരിക്കുക. അത് നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യുകയുള്ളൂ. അത് ഇസ്ലാമിയരോടാണ് ഞാൻ പറയുന്നത്. പലയിടങ്ങളിലും ഈ കമൻറ്റ് കണ്ടുകൊണ്ടാണ് യുക്തിവാദികൾ ഇസ്ലാമോഫോബിയ പറഞ്ഞുകൊണ്ട് നടക്കില്ല. അതിലെ പ്രോബ്ലംസ് അവർ പറയും. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ കളയാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇസ്ലാമോഫോബിയ എന്ന ഒരു ടേമിൽ നിങ്ങൾ യുക്തിവാദികളെ പറയരുത്. അവരങ്ങനെ അല്ല. അതുകൊണ്ടാണ്
ഇസ്ലാമോഫോബിയ പറഞ്ഞ് നടക്കുന്ന ആരിഫ് സംഖ്യ നടത്തുന്ന പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ വരില്ല എന്ന് യുക്തിവാദിയായ ശ്യാംകുമാർ പറഞ്ഞത് എന്നർത്ഥം. അതേപോലെ യുക്തിവാദികൾ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ചാനൽ നടത്തിയല്ല ജീവിക്കുന്നത്. അവർക്കൊക്കെ ജോലിയുണ്ട്, പെൻഷൻ വാങ്ങിക്കുന്നവരായിരിക്കും, പ്രൊഫസേഴ്സ് ആയിരിക്കും, അത്യാവശ്യം ബോധ നിലവാരമുള്ള പരന്ന വായനയുള്ള മനുഷ്യരെ നിങ്ങൾ എച്ചിൽ മുസ്ലിങ്ങളെ പോലുള്ള വൃത്തികെട്ട സംഘി റോക്കറ്റുകൾക്കൊപ്പം താരതമ്യം പോലും ചെയ്യരുതെന്നുള്ളത് റിക്വസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ബിക്കോസ് ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും ഒരു ഡേ അതിനു വേണ്ടി മാറ്റി വയ്ക്കുന്നത് കൊണ്ട്. താങ്ക് യു.